നമസ്കാരം. എന്തൊക്കെ മേളമായിരുന്നു. ഭൂട്ടാനിൽ നിന്ന് കാറ് കടത്തുന്നു, കാറ് കടത്തിയ ആളുകളെ പിടികൂടുന്നു, ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. പിന്നെ നമ്മുടെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടിജുവിന്റെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നു, വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു. ടിജു ഒന്നൊന്നര കുടുങ്ങലാണ് കുടുങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ പറയാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ടിജു എന്ന് പറയുന്ന ഈ കസ്റ്റംസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ഭൂട്ടാനിൽ നിന്ന് ഒന്നോ രണ്ടോ കാറല്ല, എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തേ ടിജു സാറേ, കേൾക്കട്ടെ. അല്ല, കേരളത്തിൽ തന്നെ 150-നും 200-നും ഇടയ്ക്ക് വണ്ടിയുണ്ട്. കേട്ടല്ലോ, ഒന്നോ രണ്ടോ കാറൊന്നും ആണോ? അല്ല. അപ്പോ ഇത്രയും കാറുകൾ ഇങ്ങോട്ടേക്ക് കടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എങ്ങനെ കടത്തി? സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിച്ചുകൊണ്ട് കടത്തിയിരിക്കുന്നു. മാത്രമല്ല എന്തും കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ. അപ്പൊ എന്തും കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ എന്തും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മിസ്റ്റർ ടിജു സാർ, ഒരു ചോദ്യം, അത്ര വീക്കാണോ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ? എവിടെ നിന്നും എന്തും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആ സുരക്ഷ വെറുതെയാണ് എന്ന് ഇദ്ദേഹം പറയുകയല്ലേ? അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒന്നല്ലേ ഈ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇനി പരിവാഹനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാം. നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലയിടത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പേരിലാണ്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മള് പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോ, പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, പരിവാഹനെ പറ്റിയും പറയുകയാണ്. അതിനെങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത്? ഈ പരിവാഹൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ്, അതൊക്കെ വെറുതെയാണ് എന്ന് അങ്ങ് പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം ഒന്നടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സംവിധാനങ്ങളൊക്കെ, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ വെറുതെയാണ്, ദുർബലമാണ്, നമ്മളെ ആർക്കും പറ്റിക്കാം, എന്തും ഇങ്ങോട്ടേക്ക് കടത്താം എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് കാറ് കടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ തെളിവുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം നടത്തി ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഈ കുറ്റക്കാരാണെങ്കിൽ ആ കുറ്റക്കാരെ പിടികൂടിയ ശേഷം, അല്ലെങ്കിൽ ആ വണ്ടികൾ കണ്ടെടുത്ത ശേഷമായിരിക്കണം ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വണ്ടികളായിരുന്നു പറയാൻ പറ്റും, പക്ഷേ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. അതിന് പിന്നിലെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. മാത്രമല്ല, അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നമ്മുടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അത്ഭുതം തോന്നിപ്പോയി. സത്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന് ഇനി വലിയ വിദ്വേഷമുണ്ടോ, ഇനി ഇദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാണോ എന്നൊക്കെ എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ഇതിനിടെ ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ ഫോൺ കോൾ വന്ന ശേഷം അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടിലും മുഖത്തെ ഭാവം ഞങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ശരിയെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വാർത്താ സമ്മേളനം നിർത്തി പോവുകയാണ്. ഈ 2 മിനിറ്റ് SR എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കിടന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഏതോ ആള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മോനെ ദിനേശ, ഇമാതിരി പരിപാടിയൊന്നും കാണിക്കല്ലേ, ഇത് കയ്യിൽ നിന്ന് പോയി, കേന്ദ്ര സർക്കാർ നീ കുടുക്കി എന്ന് മിക്കവാറും പറഞ്ഞിട്ടുണ്ടാകും. കേന്ദ്ര സർക്കാരിനെ നന്നായി വെട്ടിലാക്കിയിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥൻ സത്യത്തിൽ നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു രീതിയിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഇവരൊക്കെ സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം കണ്ടെത്തിയ ശേഷമായിരിക്കണം ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ടിജു നടത്തിയിട്ടുള്ളത്. അതെന്താണ് ടിജുവിന് ഈ ഇത്തരം ആളുകളോട് താല്പര്യക്കുറവ് എന്ന് പരിശോധിക്കട്ടെ. ഇനി കേന്ദ്ര സർക്കാരിന് എതിരാണോ ഇയാൾ എന്നൊക്കെ പരിശോധിക്കട്ടെ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് തപ്പിയപ്പോ ടിജു തോമസ് എന്ന പേരിൽ നമ്മൾ FB കണ്ടു. ഞെട്ടിപ്പോയി. നല്ല ലക്ഷണമൊത്ത ടിസംഗി എന്നൊക്കെ വേണമെങ്കിൽ രാഷ്ട്രീയ ഭാഷയിൽ പറയാം.
ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെയും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളെയൊക്കെ പുച്ഛിക്കാൻ കഴിയുന്നത് എന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് സജി ചെറിയാനെ ആക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ സിനിമാ താരങ്ങളോടൊക്കെ വലിയ ഒരു എതിർപ്പും അതുപോലെ തന്നെ അവരോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. ഇതിനിടയിൽ മനോരമ ഒരു വാർത്ത ഇയാൾ ചെയ്തിട്ടുണ്ട്. റാമ്പ് വോക്കിൽ പങ്കെടുക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് കൊച്ചി കമ്മീഷണർ ഡോക്ടർ ടി ടിജു എന്ന് പറയുന്ന ഒരു പത്രക്കട്ടിങ് നിങ്ങൾ കാണുന്നുണ്ട്. മനോരമ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. ഈ ഭൂട്ടാൻ ഈ കാറ് കടത്തുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം വന്നത് നമ്മുടെ മനോരമയിലാണ് കേട്ടോ. ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ FB മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നോട്ട് നിരോധിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ നമ്മളൊക്കെ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. എത്ര ദിവസമാണ് നമ്മൾ ക്യൂ നിന്ന് ഈ പൈസ ഒന്ന് മാറാൻ വേണ്ടി കഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ പെട്ടെന്ന് നിരോധനം വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി ടിജു ആണ് കേട്ടോ. ടിജുവിന്റെ ആ ഒരു കേന്ദ്ര സർക്കാർ വിധേയത്വം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ ടിജു തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഈ ടിജു തന്നെയാണ് ഇപ്പോൾ നിലവിൽ മോദി സർക്കാരിന് വലിയ തലവേദനയായി മാറിയിട്ടുള്ളത്. ഈ ടിജു സാറ് ചെറിയ മീനൊന്നുമല്ല, ഒരു വലിയ മീനാണ്. അദ്ദേഹത്തിന്റെ ചില FB പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സത്യത്തിൽ ഇദ്ദേഹം ഇരിക്കേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി മൈക്ക് തമ്മിൽ അത്ര വലിയ ഇരിപ്പോഷമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. പോലീസ് മൈക്കിനോട് നിങ്ങൾ എന്തിനാണ് ഹവൾ ചെയ്തത്? ഒരു പ്രമുഖൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനെ 10 സെക്കൻഡ് കൂവിയത്? മൈക്ക് പറയുകയാണ്, മരിച്ചുപോയ ആളെ ഇത്രയും അധികം പുറകെ നടന്ന് ഉപദ്രവിച്ച പ്രമുഖൻ മരിച്ച ആളുടെ അനുശോചന യോഗത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ അറിയാതെ കൂവിപ്പോയതാണ് ഏമാനെ, ക്ഷമിക്കണം. മൈക്കും ആവുന്ന കാലം കലികാലം എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റുകൾ ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പറ്റിയ കുപ്പായം എന്ന് പറയുന്നത് BJP കുപ്പായമാണ്. ഇദ്ദേഹത്തിന് പറ്റിയ ഇരിപ്പിടം എന്ന് പറയുന്നത് BJPയിലാണ്. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് വളരെ തീർത്തും മോശമെന്ന് പറയാതെ വയ്യ. ഇനി പൃഥ്വിരാജിനോടും ദുൽഖറിനോടും ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വെങ്കിൽ സ്വാഭാവികമായും ദേഷ്യവും ഇദ്ദേഹത്തിന് അവരോട് ചില രീതിയിലുള്ള ശത്രുതയും ഉണ്ടാകും. എന്തുകൊണ്ടാണ്? പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ പിടിച്ചിരുന്നു. ആ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ പറ്റി പറഞ്ഞിരുന്നു, ഗോത്ര കലാപത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുകൾ ഉയർന്നപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ പൃഥ്വിരാജ് ഉറച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ, സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. നട്ടിലുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പൃഥ്വിരാജ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് വേണ്ടത്? അതുകൊണ്ട് ടിജുവിന് സ്വാഭാവികമായും പൃഥ്വിരാജിനോട് ദേഷ്യം തോന്നിയേക്കാം. പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ പിടികൂടിയിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. ഒന്നും തന്നെ പിടിച്ചെടുത്തിട്ടില്ല എന്ന വാർത്ത അന്നേ ദിവസം തന്നെ ഇദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് മനഃപൂർവ്വം വലിച്ചിട്ടു. ദേശീയ മാധ്യമങ്ങളിലടക്കം പടം ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ, ഇത്തരമൊരു സന്ദർഭത്തിൽ, ഇത്തരൊരു വിഷയത്തിൽ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണോ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം ഇദ്ദേഹം നടത്തിയത്? അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാവില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം, കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലില്ല. ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണം നടത്തിയ ശേഷം ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യാത്ത പക്ഷം, അല്ലെങ്കിൽ ആ അന്വേഷണത്തിന്റെ ഒരു നിഗമനത്തിൽ എത്താത്ത പക്ഷം എന്തിനാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പൃഥ്വിരാജിനെയും ദുൽഖറിനെയും അപകീർത്തിപ്പെടുത്തിയത്? കൂടാതെ മമ്മൂട്ടിയുടെ വീട്ടിലും റെയ്ഡ് നടത്തുന്നു. എന്താണ് മാധ്യമങ്ങളിലെ വാർത്ത നികുതി വെട്ടിപ്പ് നടത്തുന്നു, അതുപോലെ തന്നെ പല രീതിയിലുള്ള എന്തൊക്കെയോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. അതിന് വലിയ രീതിയിലുള്ള ആക്കം കൂട്ടാൻ വേണ്ടിയല്ലേ? അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ പൊതുവെ അങ്ങനെ വാഹനങ്ങൾ കടത്തുമ്പോൾ അതിൽ സ്വർണം, അങ്ങനെ മയക്കുമരുന്ന്, അങ്ങനെ പലതൊക്കെ കടത്താനുള്ള സാധ്യതയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വല്ലാത്ത സന്തോഷവാനാവുകയാണ്. ഇദ്ദേഹവും പറയാണ് ചിലപ്പോൾ നടക്കാം, സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹം അത്തരത്തിൽ ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും വെട്ടിലായത് നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുമാണ്. മിസ്റ്റർ ടിജു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കൾ കസ്റ്റംസ് ഈ പറയുന്ന കമ്മീഷണർ ഒക്കെ ആകാം, പക്ഷേ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമാക്കുമ്പോൾ
ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റി താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതൊരു ഇന്റർനാഷണൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ, നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ശത്രുക്കൾ ഇത് കാണുന്നു എന്നിരിക്കട്ടെ, അവരെന്താണ് ചിന്തിക്കുക? നമ്മളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കടത്താൻ എളുപ്പമാണ് എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് കമ്മീഷണറാണ്. സ്വാഭാവികമായും അവർ അത് വിശ്വാസത്തിലെടുക്കും. അത് നമുക്ക് വലിയ ക്ഷീണം ചെയ്യും. ഇത്ര ദുർബലമാണോ ഇന്ത്യ എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകും. ഇതൊക്കെ വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ടിജു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉയർന്നു വരികയാണ്. ഈ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിലുള്ള കാറുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് നടപടി സ്വീകരിക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ, സുരക്ഷാ സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ തീർത്തും അപലപനീയമാണ്. അങ്ങേപ്പോലുള്ള ആളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും അത് നടത്താൻ പാടില്ലാത്തതാണെന്ന് എന്തായാലും പറയുന്നു. ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ആരെക്കെതിരെയൊക്കെയാണോ ഇദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമായിരിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു. 36ഓളം കാറുകൾ പിടികൂടിയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ പറഞ്ഞത് 2 പേരുടെ പേരുകൾ മാത്രം. എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുമധ്യത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ ടിജു എന്ന് തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.